ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കൂടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 65ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ്. ഞാൻ ഇന്ന് വീട്ടിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ ഉപ്പാൻ്റെ ബർത്ത്ഡേ ആണ് സൺഡേ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടി ചെറുതായിട്ടൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ദിവസമായിരിക്കും കേട്ടോ. ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണ്. ഒരു 8 മണി 9 മണി വരെയൊക്കെ ഞാൻ ഉറങ്ങാം. പക്ഷേ ഇന്ന് രാവിലെ ഒരു 7 മണിയാകുമ്പോൾ തന്നെ എണീച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഇതാ ഇപ്പോഴാണ്. ഒരു 10 മണിയായപ്പോൾ ആമസോൺ ചേട്ടൻ വന്നാണ് ബെല്ലടിച്ച്. അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വാട്ടർ പ്രൂഫ് സിപ്പ് ബാഗ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. മക്കൾ സ്കൂളിൽ അങ്ങനെ സ്വിമ്മിങ്ങിന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വിമ്മിങ്ങിൻ്റെ സ്യൂട്ടും അതിൻ്റെ ക്യാപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണ്ടേ. അങ്ങോട്ട് കൊണ്ടുപോകുന്ന പോലെ അല്ലല്ലോ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോയി. എല്ലാം നനഞ്ഞു കുതിർന്ന് അവർ എന്താ പറയുക അണ്ടർവെയറൊക്കെ അങ്ങനെ നനഞ്ഞു കുതിർന്നിട്ടല്ലേ കൊണ്ടുവരിക. പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താ പറയുക ഒരു നനയാത്ത ഡ്രസ്സും കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇതൊക്കെ നനഞ്ഞ ഡ്രസ്സുകളൊക്കെ തിരിച്ചു കൊണ്ടുവരിക നമ്മുടെ ബുക്കൊക്കെ ഉള്ള ബാഗിലാണല്ലോ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കൊണ്ടുവരും വേണ്ടേ, ലീക്ക് ആവാണ്ട് ഒക്കെ പ്രോപ്പറായിട്ട് കൊണ്ടുവരണം, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഞാൻ നോർമൽ സിപ്പ് ലോക്ക് ബാഗിലായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അവർക്ക് അത് കറക്റ്റ് സിപ്പ് ലോക്ക് ചെയ്യാനൊന്നും അറിയാത്തതുകൊണ്ട് അതൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞാനിങ്ങനെ ആമസോണിൽ നോക്കിയപ്പോൾ കറക്റ്റ് ഇങ്ങനെ ഒരു സിപ്പുള്ള ഒരു ബാഗ് കണ്ടു. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കിയാണ് കേട്ടോ. 3 എണ്ണത്തിൻ്റെ ഒരു കോംബോ ഒരു അതാണ്. ഒരു ബ്ലാക്ക് ഗ്രേ വൈറ്റും കൂടിയുള്ള ഒരു കോംബോ ആയിരുന്നു. അതിന് 1500 രൂപ എന്തോ ആണ്. നിങ്ങൾക്ക് എന്തോ ഒരു ഓഫറാണ്. അതിൽ 900 രൂപക്ക് കിട്ടി കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ ആയിട്ട് തോന്നി. അത് കിട്ടിയ പാടനെ മക്കളെ സാധനങ്ങളൊക്കെ ഞാൻ അതിലേക്ക് പ്രോപ്പറായിട്ട് വെച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് മക്കളെ എണീച്ച് വന്നപ്പോൾ. എല്ലാവരും ഇങ്ങനെ ഒരു ഉറക്കപ്പിച്ച് മൂഡിലാണ്. പോകാനൊന്നും ഒരു വലിയ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അതായത് എണീച്ച് വന്ന് ഇങ്ങനെ സെറ്റ് ആവുന്നേ ഉള്ളൂ. ഇന്നലെ രാത്രി കിടന്നതൊക്കെ നല്ല ലേറ്റ് ആയിട്ടാണ്. ഒരു സിനിമയൊക്കെ കണ്ട് നല്ല ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എണീക്കുമ്പോൾ എണീച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് അവരൊന്നും ഉണർത്താനോ കാര്യങ്ങളോ ഒന്നും നിന്നില്ല കേട്ടോ. ഞാനൊരു 10 മണിയാകുമ്പോഴെങ്കിലും ഇറങ്ങണം, എന്നാലല്ലേ എല്ലാവരുമായിട്ട് ഒന്ന് കുറച്ച് നേരമൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. നാളെ തന്നെ ഇങ്ങോട്ട് റിട്ടേൺ അടിക്കും വേണ്ടേ. പിന്നെ ഹറി പറയായിട്ട് പോയി ഹറി പറയായിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരണ, എല്ലാവരും കൂടി ഇടങ്ങേറാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്, മക്കളൊക്കെ ആകെ കിട്ടുന്ന ഒരു വീക്കെൻഡ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റിലാക്സ് ആയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഒരു ഹാഫ് ചപ്പാത്തി, പിന്നെ മുട്ട റോസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഒരു എഗ്ഗ് കഴിച്ചു, അതിൻ്റെ റോസ്റ്റും ഉണ്ടോ. പിന്നെ തലേന്നത്തെ കുറച്ച് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു, അതും കുറച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാം ഒരു മയമല്ല മന്ത്രമല്ല ഒരു മായാജാലമായിരുന്നു കേട്ടോ. ഒരു ഹറിബറി ഇറക്കമായിരുന്നു. സുജിക്കും ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ സുജിക്കും ഓഫീസിലൊക്കെ പോകാൻ എന്നെയും കൂടി വെയിറ്റ് ചെയ്തുകൊണ്ട് സുജിയും ലേറ്റായി. ഞാനും ഒക്കെ ഞാൻ പോയിട്ട് ഇറങ്ങിയാൽ മതി എന്നുള്ള രീതിയിൽ എന്നെ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ അതാ ഞാനൊരു 12:30 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മക്കളെ ബ്ലോക്ക്. കട്ട ബ്ലോക്ക് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ ഞാൻ എത്തേണ്ടതാണ് കേട്ടോ. ഒരു 2 മണിക്കൂർ എടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ 2.25 മണിക്കൂർ എടുത്തു ഞാൻ മഞ്ചേരി എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ എനിക്ക് ബോറടിച്ചു, സത്യം പറയാലോ. ഇങ്ങനെ കുറേ എനിക്ക് ഒന്നാമത് ഡ്രൈവിങ് ഇഷ്ടമില്ല എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ അല്ലേ. അല്ലെങ്കിൽ പിന്നെ നല്ല രീതിയിൽ ഇങ്ങനെ ഓടിച്ച് വരാൻ കഴിയണം. നമുക്ക് പാട്ടൊക്കെ കേട്ട് നല്ല അടിപൊളിയായിട്ട് ഓടിച്ച് വരും. ഇതിങ്ങനെ ഭയങ്കര ബ്ലോക്കിൽ ഇങ്ങനെ ഓടിക്കുന്ന പോലെ ആയിപ്പോയിട്ടോ. ഏതായാലും ആ യുദ്ധമൊക്കെ കഴിഞ്ഞ് വീടെത്തിയപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. എങ്ങനെയപ്പോൾ അത് പറയുക, അത്രയും ബ്ലോക്കായിരുന്നു. കോഴിക്കോട് തൊട്ട് മഞ്ചേരി വരെ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ബ്ലോക്കാണ് കേട്ടോ. വന്നത് തന്നെ വിശന്ന് കണ്ണ് കാണാണ്ടാണ് കേട്ടോ. മക്കൾ വന്ന പാടന്നെ ഉമ്മമാനോട് ചോദിച്ച് ഫുഡൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. കാക്കനായനൊക്കെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാക്ക എപ്പോഴാണ് കേട്ടോ, കാക്കനായനൊക്കെ എപ്പോഴാണ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത്. കാക്ക കുടിക്കുന്ന വെള്ളം എന്തോ ആപ്പിൾ സിഡർ വിനേഗർ വെള്ളത്തിൽ ലയിപ്പിച്ച് കുടിക്കൂല, ആ സംഭവമൊക്കെ ഉണ്ട്. ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ അവർ കുടിക്കണമൊക്കെ ഉണ്ട്. ഞാനിതൊന്നും ഫോളോ അപ്പ് ചെയ്യില്ല. ഇവരതൊക്കെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരതൊക്കെ കീറ്റോ ഇപ്പോഴും നിർത്തിയിട്ടൊന്നുമില്ല, എന്നെപ്പോലെ ഒന്നും അവർ നിർത്തിയിട്ടൊന്നുമില്ല. കണ്ടില്ലേ ഇവരൊക്കെ കഴിക്കണ മുട്ട, പിന്നെ ചീര ഉപ്പേരി, പിന്നെ ബിരിയാണിയാണ് ഞങ്ങളൊക്കെ കഴിക്കുന്നത്. അതിൻ്റെ മസാല മാത്രമാണ്, പിന്നെ തൈരൊക്കെയാണ് ഇവർ കഴിക്കുന്നത്. ഞാൻ നല്ല ബിരിയാണിയൊക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. പെരുന്നാളിന് ഉമ്മാൻ്റെ ബിരിയാണിയൊക്കെ കഴിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഞാൻ ഇവിടുന്ന് നല്ല കഴിച്ചിട്ടുണ്ട്.
ഞാൻ ഇന്നത്തെ ദിവസം നാളത്തെ ദിവസം ഒന്നും എന്താ പറയുക ഡയറ്റ് നോക്കാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്ന് സത്യം പറയാമല്ലോ. ഞാൻ ഡയറ്റ് നോക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാം കഴിക്കണം, ക്വാണ്ടിറ്റി ഒന്ന് ശ്രദ്ധിക്കണം, അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ തൊടില്ല, ഞാൻ അതാക്കില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഞാൻ തൊടും, പക്ഷെ ക്വാണ്ടിറ്റിയിലൊന്ന് ശ്രദ്ധിക്കും. വലിച്ചു വാരി തിന്നൂല, അതേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ മധുരം കഴിക്കൂല എന്ന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഇമ്മാൻ്റെ ബിരിയാണി കഴിക്കൂല അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പിന്നെ ഇപ്പാൻ്റെ ബർത്ത്ഡേക്ക് ഒന്നും ഇപ്പാനെ കണ്ടില്ലല്ലോ. ഇപ്പം നല്ല ഉറക്കാണ് കേട്ടോ. ഇപ്പം നല്ല ഉച്ചമയക്കത്തിലാണ്. ആ ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഒളിച്ചും പാത്തും ചെയ്യേണ്ടി വന്നില്ല. എന്ത് ഈ കേക്ക് വാങ്ങൽ പ്രക്രിയ, കാരണം ഇപ്പാക്ക് സർപ്രൈസ് കൊടുക്കാനാണ് ഞങ്ങൾ വന്നത്. ഈ കേക്ക് ഉണ്ടാക്കിയത് ഞങ്ങൾ കസിൻ തന്നെയാണ് കേട്ടോ. കസിൻ്റെ മോളാണ്, കസിൻ സിസ്റ്റർ മോൾ തന്നെയാണ് കൊണ്ടു തന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇപ്പം ഉള്ള സമയത്ത് ഞങ്ങൾ നേരെ കൊണ്ടുതരരുത് എന്നൊക്കെ ഓൾറെഡി പറഞ്ഞതായിരുന്നു കേട്ടോ. വിളിച്ചിട്ട് കൊണ്ടുതരണം, അല്ലെങ്കിൽ ആ മോളിൽ എവിടെയെങ്കിലും നിന്നാൽ മതി, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറഞ്ഞതായിരുന്നു. ഇപ്പോൾ ഉറങ്ങായതുകൊണ്ട് നേരെ വീട്ടിലേക്ക് വന്ന് തന്നെ നേരെ കൊണ്ടു തന്നതാണ്. അതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് സെറ്റായിട്ടോ. ഞാനും താത്തൊക്കെ ഏകദേശം ഒരേ ടൈമിൽ തന്നെ ഇറങ്ങിയതായിരുന്നു. അപ്പം ഞാൻ വരുമ്പോൾ ഇവിടെ താത്ത ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാനൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ വന്നു ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത്, പിന്നെ നല്ല വിശന്നപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിച്ച്. എന്നിട്ടും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ താത്ത വന്നത്. അതെന്താന്ന് വെച്ചാൽ നീനൂട്ടിക്ക് നല്ല കാലുവേദന ഉണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അതൊന്ന് ഡോക്ടറെ കാണിക്കണം എന്ന് വെച്ചാണ്ട് വലിയ സംഭവമൊന്നും അല്ലാത്തതുകൊണ്ട് അതിങ്ങനെ നീണ്ടു പോയിട്ട് അത് ഇപ്പോഴാണ് കേട്ടോ കാണിക്കാൻ ഒക്കെ സമയം കിട്ടിയത്. അപ്പോൾ അതൊന്ന് കാണിക്കുക, വീട്ടിലേക്ക് വരാന്നുള്ളൊരു മൂഡിലായിരുന്നു അവള്. അപ്പോൾ അത് കാണിച്ചു നോക്കുമ്പോൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യണം, കാൽസ്യം ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് അവിടെ നിന്നുപോയി. പിന്നെ ഡോക്ടറെ കാണിക്കാൻ പോയാൽ അവിടെ എന്തായാലും കുറച്ച് നേരം അവിടെ സ്റ്റക്ക് ആവുമല്ലോ. അങ്ങനെ കാണിക്കാൻ സ്റ്റക്കായി. പിന്നെ ബ്ലഡ് കൊടുക്കാൻ അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ലേറ്റ് ആയതാ. ഇപ്പോഴാണ് ഇവർക്ക് ഇവിടെ എത്താൻ പറ്റിയത്. അപ്പോഴേക്കും അങ്ങോട്ട് എല്ലാവരും വിശന്നങ്ങോട്ട് വലഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 4:30 മണി എങ്ങാനും ആയിട്ടുണ്ട്. ഇപ്പം ഇനി ബ്ലഡ് കൊടുത്ത് വന്നിട്ടേ ഉള്ളൂ. ഇനി ആ ബ്ലഡിന്റെ റിസൾട്ട് കിട്ടുമ്പോഴത്തെ വീണ്ടും പോയി ഡോക്ടറെ കാണിക്കണം കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റൽ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ അതിന് വീണ്ടും പോകണം. അതിൻ്റെ ഇടയിൽ എനിക്കുള്ളൊരു സർപ്രൈസ് ആണ് കേട്ടോ ഇത് അവള് ഞങ്ങൾ രണ്ടാൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എന്തോ വരവിന് ഞങ്ങൾ പോയിട്ട് വാങ്ങിയ ഒരു ക്ലോത്ത് ആയിരുന്നു കസവ കേന്ദ്രയിൽ നിന്ന്. അത് എനിക്ക് അവൾ ഇപ്രാവശ്യം തയ്ച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. ക്ലോത്ത് വാങ്ങി കൊടുക്കുക എന്നുള്ള ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക്. അവളെന്നെ മോഡൽ കണ്ടുപിടിച്ച് തയ്ച്ച് കൊണ്ടുവരാ എന്നുള്ളതൊക്കെ ഫുൾ ഒരു ഉത്തരവാദിത്തം അവൾക്കുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ടെൻഷനാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെടുമോ, മോഡൽ ഇഷ്ടപ്പെടുമോ, അവൾക്ക് കറക്റ്റ് ആവോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനാണ് ഓളെ മുഖത്ത് ഫുള്ള് ഉണ്ടാവുക. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ട് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഇട്ട ഡ്രസ്സിൻ്റെ മോൾ കൂടെ ഞങ്ങൾ ഇട്ടതാണ്. കുറച്ചുകൂടി നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്താൽ കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി കേട്ടോ. ഞാൻ അവളോട് പറഞ്ഞു ഈ ടെൻഷൻ ആവണ്ടെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവൾ വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയിൽ അതാ നിലൂട്ടന് ഇങ്ങനത്തെ ഓരോരോ വികൃതികളാണ്. വലിയ ചെരുപ്പിട്ട് നടക്കുക, പിന്നെ എല്ലാവരും ചെരുപ്പ് എടുത്ത് വലിച്ചെറിയുക, ഇതൊക്കെയാണോ അവൻ്റെ ഓരോ കുസൃതിത്തരങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അവിടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ വീണ്ടും കാണിക്കാൻ വേണ്ടി, ആ റിപ്പോർട്ടായത് വീണ്ടും ഡോക്ടറെ കാണിക്കണമല്ലോ, അതിനുള്ള ക്യൂ നിൽക്കാൻ വേണ്ടി പോണ കാഴ്ചയാണ് കേട്ടോ ഇത്. അതിനുള്ള ഓർഡർ കൊടുക്കുകയാണ് കേട്ടോ. വരുമ്പോൾ ഈ ലേസ് വാങ്ങണം, പ്രിങ്കിൾസ് വാങ്ങണം, ജ്യൂസ് വാങ്ങണം, ഫ്രൂട്ടി വാങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ള അവരവിടെ ഹോസ്പിറ്റലിൽ എത്താനായി. പക്ഷേ ഇവിടെ ഓർഡർ കൊടുക്കൽ തീർന്നിട്ടില്ലേ. അങ്ങനെ ഓർഡർ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് 3 മക്കളും നിരന്നിരുന്നിട്ട്. പിന്നെ ഇതാ ഞങ്ങൾ അവർ വരുന്നവരെ കുറേ നേരം കിടന്നു, പിന്നെ എണീച്ച് നടന്നു. അങ്ങനെ എന്താ പറയുക, ഒന്നും ചെയ്യാനില്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഉപ്പാക്കൊരു ഐഡിയ അല്ല കേട്ടോ ഞങ്ങൾ എന്തിനാണ് വന്നതെന്നുള്ളത്. നോർമലി വരുന്ന വരവാണെന്നാണ് ഇപ്പാൻ്റെ വിചാരം. പിന്നെ ഇതാ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഹണിയും അൻസാറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഐറൂസ് തേടി നടക്കുകയാണ് എല്ലാവരും. ഇത്ര സമയമായിട്ടൊരു താത്ത നീനൊന്നും ഡോക്ടറെ കാണിച്ച് തിരിച്ചു വന്നിട്ടില്ല കേട്ടോ. താത്താക്ക് വേറൊരു മുട്ടം പണിയുണ്ട്. ഡോക്ടറെ കാണിച്ച് നേരെ വരികയല്ല, ഡോക്ടറെ കാണിച്ചിട്ട് നേരെ പോയിട്ട് ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസ് പോയിട്ട് ഉപ്പാക്കുള്ള ഒരു ഷർട്ടും വാങ്ങും വേണം. ഇപ്പാക്കുള്ള ഞങ്ങളെ വകയുള്ള ഗിഫ്റ്റ് അതാണ് കേട്ടോ. ഇപ്പാക്ക് അത് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ എന്നോ പ്ലാൻ ചെയ്തതാണ്. താത്ത അത് വാങ്ങാൻ വേണ്ടി എന്നോ ഇപ്പാൻ്റെ അളവൊക്കെ ഷർട്ടൊക്കെ വാങ്ങി പോയതൊക്കെയാണ് കേട്ടോ. പക്ഷെ ആസ് യൂഷ്വൽ നാളെ വാങ്ങാം, മറ്റന്നാളെ വാങ്ങാം, അത് ഇത് പറഞ്ഞിട്ട് അങ്ങനെ നീണ്ടു പോയിട്ട് അതിതാ ഇപ്പത്തേക്ക് അത് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തിരക്കിനിടയിൽ അതും കൂടി വാങ്ങിയിട്ട് ഒക്കെ ഇനി വരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കേണ്ട അത്രയും സമയമാണ് ഈ പോണത് കേട്ടോ. വീടിന്റെ ഉള്ളിൽ ഇരുന്ന് മടുത്തിട്ട് ഞങ്ങൾ ഇതാ എല്ലാവരും കൂടി
ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഹണിക്ക് ഹണീൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞു. ഓൾ കുറച്ച് നല്ല മെലിഞ്ഞില്ലേ, അപ്പോൾ ഓൾക്ക് നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ കുറച്ച് നല്ല എന്താ പറയുക കോൺഫിഡൻസ് ഒക്കെ വരില്ലേ. അതിൻ്റെ ഇടയിൽ അതാ ഇതും ഒരു മരത്തുമ്മ കയറി പിടിച്ച് അതിൻ്റെ കൊമ്പ് ഓടിച്ച് അതിമ്മ ഫുള്ളൊരു കറ പോലത്തെ ഒരു പശ പോലെ ഒരു സംഭവമായിരുന്നു. അതിൻ്റെ ഇലമലൊക്കെ അത് തന്നെയായിരുന്നു. നിലുട്ട് ആ ഇലയും കൊണ്ട് നടക്കുകയായിരുന്നു. ഞാൻ ആ ഇല എടുത്ത് നിലുട്ടിൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞപ്പോൾ നിലുട്ട് ഫുൾ കരച്ചിലായി. അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡാൻസ് കളിച്ച രംഗമായിരുന്നു ഇപ്പം നിങ്ങളാ കണ്ടത് കേട്ടോ. അവൻ്റെ കരച്ചിലൊക്കെ ഒന്ന് മാറ്റി കിട്ടണ്ടേ. അങ്ങനെ നീണ്ടൊരു കാത്തിരിപ്പിനൊടുവിൽ ഓരും വന്നു കേട്ടോ. മക്കളൊക്കെ എന്തിനാ വെയിറ്റ് ചെയ്യണത്, ഒരു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമല്ലോ, കുറേ ഓർഡർ ഇട്ടതല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ ഓരാണെങ്കിൽ അത്രയും ബിസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനമൊക്കെ വാങ്ങാനും ഒക്കെ ഓടി നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇവരിത് പാടേ മറന്നിട്ടുണ്ട് കേട്ടോ, ഇത് കൊണ്ടുവരിക എന്നുള്ളത്, ഓരോ സാധനം വാങ്ങുക എന്നുള്ളത്. അപ്പോൾ മക്കളൊക്കെ ദേഷ്യം പിടിച്ച് ഓരോ വഴിക്ക് പോയി. അപ്പോൾ താത്ത ഓരോ സമാധാനിപ്പിച്ച് അത് വാങ്ങിത്തരാം ഇത് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് താത്ത ഒരു സൈഡിൽ സമാധാനിപ്പിക്കുന്നുണ്ട്. ഐറൂട്ടിനെ കണ്ടപാട് മക്കളൊക്കെ ഐറൂട്ടിനെ നടത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. പക്ഷെ നീലൂട്ടൻ ഐറു പോയി എന്ന് പറഞ്ഞപ്പോൾ താത്ത നീലൂട്ടനെയും കൊണ്ടിട്ട് അങ്ങോട്ടേക്ക് നടന്ന് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ആ വഴിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇതാ എല്ലാവർക്കും എന്നാൽ കേക്കൊക്കെ കട്ട് ചെയ്യുക എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഇപ്പാക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇപ്പം എന്താ ഇപ്പം എല്ലാവരും എന്നുള്ള ഒരു മൂഡാണ്. ഇപ്പം ഞങ്ങൾ സാധാരണ ഇങ്ങനെ കൂടാറുണ്ടല്ലോ, തക്കം കിട്ടിയാൽ എല്ലാവരും കൂടി കൂടുന്ന ഒരു ടൈപ്പ് ആൾക്കാരായതുകൊണ്ട് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായതായിരിക്കും എന്നുള്ളത് ഇപ്പോൾ വിചാരിച്ചത്. ഐറൂട്ടൻ എല്ലാവരും ആയില്ലേ, ഇനിയിപ്പോൾ ആരും ഇങ്ങോട്ട് വരണ്ട എന്നുള്ള രീതിയിൽ ഗേറ്റൊക്കെ അടിച്ച് കുറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും ഉള്ളിലേക്ക് കയറി. പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇമ്മാൻ്റെ ബിരിയാണിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊന്നും കൂടാതെ ബ്രോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അൻസാറിൻ്റെ വക. കുറേ ബ്രോസ്റ്റ്. പിന്നെ അൻസാറും എൻ്റെ കെട്ടിയവനൊക്കെ പിന്നെ കുറച്ചൊന്നും ഓർഡർ ചെയ്യാൻ ഒന്നും അറിയില്ല കേട്ടോ. ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തോനെ, അല്ലെങ്കിൽ പിന്നെ ചെയ്യാണ്ട് ഏതെങ്കിലും മൂലയിൽ പോയിരിക്കും. അങ്ങനെ കുറേ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയൊരു പെട്ടി നിറച്ച് ബ്രോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം, അതിൻ്റെയൊക്കെ ഒരു പ്ലാനാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് നിന്നപ്പോൾ ഞങ്ങൾ ഈ കേക്ക് കട്ടിങ്ങിനൊക്കെ മറന്ന് പിന്നെ വർത്താനത്തിലേക്ക് അങ്ങോട്ട് മുഴുകി. പിന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്യേണ്ടത് ഇപ്പൊക്കെ അത് അറിയില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ആദ്യം കേക്ക് കട്ടിങ്ങിന് കേക്കൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് ഇപ്പാനെ വിളിക്കുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നപ്പോൾ ഇതിന് ഇപ്പം ഉണ്ട് വാതിലും തുറന്നു വരുന്നത്. ഇപ്പാനെ വിളിക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക സർപ്രൈസായി ഇപ്പാനെ വിളിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരമൊന്നും ഇപ്പം ഞങ്ങൾക്ക് തന്നില്ല കേട്ടോ. ഇപ്പോൾ വാതിലും തുറന്ന് സാധാരണത്തെ പോലെ അങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് ഇപ്പം ഇതിപ്പോൾ എന്താന്നുള്ള രീതിയിലൊക്കെ വന്ന് നോക്കുകയാണ്. അല്ലാതെ ഞങ്ങൾക്ക് ഇപ്പാനെ സർപ്രൈസായിട്ട് വിളിച്ച് കൂട്ടിക്കൊണ്ടുവരാനുള്ള അവസരമൊന്നും ഇപ്പം ഞങ്ങൾക്ക് തന്നില്ല കേട്ടോ. അങ്ങനെ ഇപ്പം സാധനമൊക്കെ കണ്ടു. ഇപ്പാക്ക് യാതൊരു ഓർമ്മ ഉണ്ടായിരുന്നില്ല എന്നിട്ടോ പറഞ്ഞത്. ഞങ്ങളിപ്പാണ്ട് ചോദിച്ചു, ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾ വന്നത് ഇതിനാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ ഇപ്പാണ്ട് ചോദിച്ചു കേട്ടോ. അപ്പോൾ പറഞ്ഞ് എനിക്ക് ഈ മാസം ഫസ്റ്റിൽ ഇങ്ങനെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു, ഈ മാസം എൻ്റെ ബർത്ത്ഡേ മന്ത് ആണല്ലോ എന്നുള്ളതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേന് ഞാൻ അതൊക്കെ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. എനിക്കതൊന്നും ഓർമ്മയില്ല, ഇപ്പം കുറച്ച് മറവി കൂടുതലാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇപ്പോൾ പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത്. ഞങ്ങളെ സർപ്രൈസ് ശരിക്കും സർപ്രൈസ് ആയല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ഇപ്പൊക്കെ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ ഉള്ളതൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്കതൊരു സന്തോഷം തന്നെയല്ലേ. നമ്മൾ എല്ലാതും ഒന്നാമത് നമുക്ക് ഞങ്ങൾക്ക് തന്നെ എല്ലാവരും കൂടി കൂടുന്നതും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മളെ പാരൻസിനും അതിലേറെ ഇഷ്ടമാവും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. പിന്നെ ആദ്യം കേക്ക് വാങ്ങും ഇതൊക്കെയുള്ള എന്താ പറയുക അടിയും പിടിയൊക്കെ ആയിരുന്നു. പിന്നെ എന്താ പറയുക സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് എല്ലാവരും കേക്ക് ക്യൂ നിന്ന് വാങ്ങിയിട്ടോ. ആദ്യം താത്ത, പിന്നെ കാക്ക, പിന്നെ ഞാൻ, പിന്നെ എന്താ പറയുക അളയാക്ക, പിന്നെ മക്കൾ ഹണി, നീനു, അങ്ങനെ പിന്നെ അൻസാർ, അങ്ങനെ മക്കൾ ആയിട്ട് വാങ്ങി. ഏതായാലും അടിപിടിയൊന്നും കൂടാണ്ട് എല്ലാവരും വാങ്ങിയിട്ടോ. പിന്നെ ഞങ്ങളൊരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഒരു ഇപ്പാക്ക് ഷർട്ടിനായിരുന്നു ആവശ്യം, ആ ഷർട്ട് വാങ്ങിയതാണ് കേട്ടോ. അല്ലാണ്ട് ഞങ്ങൾ ഇപ്പം അങ്ങനെ വലിയ സംഭവമൊന്നും കൊടുത്തു വെച്ചിട്ട് ഇപ്പോൾ യൂസ് ചെയ്യൊന്നുമില്ല. അപ്പം അങ്ങനത്തെ രീതിയിൽ ഇപ്പൊക്കെ എന്താണോ ആവശ്യം അത് കണ്ടറിഞ്ഞ് വാങ്ങി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം അങ്ങനെ എന്താ പറയുക കുറേ പുള്ളി, കുറേ പ്രിൻറ്റ് അങ്ങനത്തെ ഷർട്ടുകളൊന്നും ഇടൂല. ഇപ്പൊക്ക് ഡാർക്ക് കളേഴ്സിനോടാണ് ഇഷ്ടം. അപ്പോൾ ഇപ്പൊക്ക് ഇഷ്ടപ്പെടുമെന്ന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. താത്ത സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ താത്താക്ക് ഇരുന്നു കേട്ടോ ഭയങ്കര ടെൻഷൻ.
ഇപ്പാക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. താത്തൊക്കെ കുറച്ചും കൂടി കൂടുതൽ സന്തോഷമായിട്ടോ. പിന്നെ അതാ ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങളെ തീറ്റ മത്സരത്തിലേക്ക് അങ്ങോട്ട് കടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്ന് ഡയറ്റൊന്നുമില്ല, പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാൻ വലിച്ച വാരി തിന്നലൊക്കെ നിർത്തിയിട്ടുണ്ട്. ഞാനൊരു പീസ് ബ്രോസ്റ്റ് കഴിച്ചിട്ടുണ്ട്, അത് ലെഗ് പീസാണ് കഴിച്ചിട്ടുള്ളത്. പിന്നെ മയണൈസ് നല്ല മധുരമായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ എന്തിനാ ഈ മയണൈസിൽ ഈ പഞ്ചസാര ചേർത്തത് എനിക്ക് മനസ്സിലായില്ല. ഭയങ്കര മധുരം, അതുകൊണ്ട് കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കുത്തിയിരുന്ന ബ്രോസ്റ്റ് തീർക്കാൻ നോക്കിയിട്ട് തീർന്നില്ല മക്കളെ. നാളത്തേക്കും ഇഷ്ടം പോലെ ബ്രോസ്റ്റ് ബാക്കിയുണ്ട്. പിന്നെ ആ ഹണിക്കൊക്കെ ഒന്ന് പോവാൻ ഞങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ നിൽക്കുകയാണ്. പിന്നെ ഹണിക്കൊക്കെ പോകാനായിട്ടോ. ഹണി അൻസാറിന്ന് തിരിച്ചു പോവാണ്. സോ താത്ത കുറച്ച് ബിസിയാണ്. ഹണി പോണോണ്ട് തന്നെ ഐറൂട്ടിനുള്ള ഫുഡ് കൊടുക്കലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് താത്ത കുറച്ച് ബിസിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ഫുൾ ജീൻസിൻ്റെ എന്താ പറയുക ഡെനിം ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കലില്ല. ഞാൻ അതിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് മാറി ഒക്കെ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനും കാക്കയും കൂടി ഒരു പാട്ടൊക്കെ പാടി. ഞാൻ വലിയ പാട്ടുകാരത്തിയൊന്നുമല്ല, പക്ഷെ ഞാനും കാക്കയും പണ്ട് മുതലേ എന്താ പറയുക ഒപ്പം ഉണ്ടാകുമ്പോൾ പാട്ടൊക്കെ പാടി. ഞങ്ങൾ രണ്ടാളും പാട്ട് പഠിക്കേ ഒന്നുമില്ല കേട്ടോ, പക്ഷേ ഞങ്ങളൊരു സന്തോഷം അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ എന്താ പറയുക തുടരും സിനിമയിലെ പാട്ടില്ലേ, ആ പാട്ട് മിഴിയോരം ആ കഥ തുടരും പറഞ്ഞ പാട്ടില്ലേ, ആ പാട്ട് പാടിയിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് ഒന്ന് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ എനിക്ക് പാടാൻ അറിയൊന്നുമില്ല, പക്ഷെ ഞാൻ പാടാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ താഴേക്ക് വന്നപ്പോൾ ഇവരെല്ലാവരും പോകാനൊക്കെ വേണ്ടി ഇറങ്ങുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഒരു കെട്ടിപ്പിടുത്ത ഉമ്മയൊക്കെ കഴിഞ്ഞിട്ട് ഓക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഓള് പോണോണ്ടുള്ള സങ്കടമല്ല, ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നോണ്ടുള്ള സങ്കടമാണ് കേട്ടോ ഓക്കുള്ളത്. ഒരു കുശുമ്പ് സങ്കടമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു 10-11 മണിയാകുമ്പോഴത്തേന് ഇവിടെ എത്തണം. ഞങ്ങൾ ആ ഡാൻസ് എടുക്കണം, ഈ ഡാൻസ് എടുക്കണം, ഇത്ര റീൽസ് എടുക്കണം, മറ്റേ എന്താ പറയുക ഗ്രൂപ്പ് വീട്ടിലുള്ള എല്ലാവരും കൊണ്ട് ഈ ഒരു ചെറിയ ചെറിയ റീൽസുകളൊക്കെ ഒപ്പിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, പാട്ട് പാടണം, മറ്റേതാക്കണം, മറിച്ചതാക്കണം, ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം മൂഞ്ചിയിൽ ആ സംഭവമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്താ പറയുക താത്താക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ സ്റ്റക്കായിപ്പോയി, എല്ലാവരും എത്തിയത് ഭയങ്കര ലേറ്റായിപ്പോയി, അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് എല്ലാം അങ്ങോട്ട് മൂഞ്ചി പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ അടുത്ത പ്രാവശ്യം നമ്മൾ കൂടുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഒരുപാട് ഞങ്ങൾ ഇതിനു മുമ്പ് 2 ആഴ്ചയൊക്കെ ഭയങ്കര വീഡിയോ കോളും, ആ വീഡിയോ കോളിൽ ഫുൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ എല്ലാം ഇങ്ങനെ ആവും എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഒക്കെ ഇങ്ങനെ ആയിപ്പോയി, സാരമില്ല അല്ലേ. പിന്നെ എന്താ ഓരൊക്കെ പോയപ്പോൾ അളിയാക്കിയും പോയി കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ സിറ്റ് ഔട്ടിലിരുന്നിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾ വെറുതെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് എന്തൊക്കെയൊക്കെയൊന്നും ഓർമ്മയില്ല കേട്ടോ. കാക്കാൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, താത്താൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഇപ്പാൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ എന്താ പറയുക മക്കളെ കാര്യങ്ങൾ പറഞ്ഞ് കുറേ ഒരു അരമണിക്കൂറോളം ഞങ്ങൾ അവിടെ അങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറേ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. എന്തൊക്കെയൊക്കെ അന്ന് ഇപ്പോഴൊന്നും ഓർമ്മയില്ല കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് ഇന്ന് ഉള്ളോട്ടേക്ക് ഇരുന്ന് ഞങ്ങൾ വീണ്ടും ഇതാ സിനിമയൊക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ താത്താക്ക് എന്താ പണി വെച്ചാൽ ആ മധുരമുള്ള മയണൈസ് ഉണ്ടല്ലോ അതിരുന്ന് അങ്ങോട്ട് തിന്നുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കേക്ക് തിന്നിട്ടുണ്ട്. ആ കേക്കിൻ്റെ ഇടയിൽ കൂടെ ഒരു സ്പൂൺ ഇൻക്കും കേക്ക് താത്ത തന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ തിന്നില്ല എന്ന് ഞാൻ പറയണില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു തമിഴ് സിനിമ ഇരുന്ന് കാണുകയാണ്. 11 പറഞ്ഞിട്ടുള്ള ഒരു തമിഴ് സിനിമയായിരുന്നു. അത് കണ്ടു തുടങ്ങിയപ്പോൾ ഒരു വൃത്തികെട്ട മൂവി, പക്ഷെ പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഫുള്ളായിട്ട് ഞാൻ കണ്ടില്ല, ഞാൻ കുറച്ച് ഊഹിച്ച് കണ്ടാണ്. ഞാൻ അങ്ങോട്ട് ആ ഒരു ഡൈനിങ് ടേബിൾ കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. പിന്നെ സിനിമ കഴിഞ്ഞു എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ സിനിമ കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ബെഡിൽ പോയി കിടന്നുറങ്ങി. പക്ഷെ ആ സമയത്ത് വേറെ ആരും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും സ്ക്വിഡ് ഗെയിം 3 ഇരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ഉറക്കത്തിന് നല്ല പ്രശ്നമുണ്ട്. എനിക്ക് ഒരു ടൈം ആയാൽ ഞാൻ പെട്ടെന്ന് ഉറങ്ങും കേട്ടോ. കട്ടിൽ കണ്ടാൽ പിന്നെ ഞാൻ ശവാണ്. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് നാളെ കാണാം. ബൈ.